ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം നീതു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറിയ റീല് കുറച്ചൊന്ന് റീച്ചൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് കുറേ എൻക്വയറീസ് വന്നു. എന്താ പറയുക, ചേച്ചി എന്താണ് ജപ്പാനിൽ ചെയ്യണേ, വാട്ട് ജോബ് ഐ എം ഡൂയിങ്, പിന്നെ എങ്ങനെയുണ്ട് ജപ്പാൻ എന്ന് പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ എന്തായാലും കുറേ DM ഒക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ. അപ്പോൾ എനിവേസ് ഞാൻ എങ്ങനെയാണ് എത്തിയത്, എന്താണ് അവിടെ ചെയ്യണേ, അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വാച്ച് ദ ഫുൾ വീഡിയോ ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ജപ്പാനിൽ ഞാൻ എത്തിയിട്ട് 3 വർഷം ആവാണ്. 3 വർഷം ഈ ഏപ്രിലോട്ടാണ് ആവാം. പക്ഷെ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് 3 വർഷത്തിലേറെയായി. അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ സ്കൂളിൽ ഞാൻ എടുത്തത് ബയോമാക്സ് ആണ്. ഈ ഡോക്ടർ ആവാനുള്ള വലിയൊരു ആഗ്രഹം പ്ലസ് ബയോളജിയോടെയുള്ള ഭയങ്കര ഏറിയൊരു താല്പര്യം അങ്ങനെയൊക്കെ കൂടി ഞാൻ എടുത്തതാണ്. ഞാൻ റെസിഡൻഷ്യലായിട്ട് തന്നെ പഠിച്ച് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി. പിന്നെ എൻ്റെ റാങ്ക് ഇവിടുത്തെ കോളേജിലെ ആൾക്കാർക്ക് മതിയാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ എനിക്ക് എഞ്ചിനീയറിംഗ് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിങ്ങിന് വേണ്ടി ചേർന്നു. ആൻഡ് ഞാൻ പഠിച്ചത് SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ കോളേജിലാണ്, കറുകുറ്റിയിലുള്ളത്. മോസ്റ്റ്ലി എല്ലാവർക്കും SCMS കൊച്ചിനെ പറ്റി അറിയണ്ടാവും. അവരുടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആൻഡ് ഞാനിങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയ ഒരു സമയത്താണ് ഈ ഒരു ജപ്പാൻ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് വരുന്നത്. ഞാൻ അതിന് മുന്നേ എന്താ പറയുക, ഞാൻ ആനിമയോ ഒന്നും കാണാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ആ സമയത്ത് ഐ വാസ് ലൈക്ക്, നമുക്ക് എന്തായാലും കിട്ടില്ല, ഇനിയിപ്പോൾ വെറുതെ എക്സാമൊക്കെ എഴുതാൻ വേണ്ടി വെറുതെ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, അന്നാ വരുന്നുണ്ടോ, ഞാനും പോകുന്നുണ്ട്, നമുക്ക് വെറുതെ ചുമ്മാ പോയിട്ട് എഴുതിയിട്ട് വരാം. അങ്ങനെ ഞാൻ പോയതാണ്. ആൻഡ് ദെൻ ഐ അറ്റൻഡഡ് ദി എക്സാം. ലക്കിലി ഐ ഗോട്ട് സെലക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് എൻ ഇൻ്റർവ്യൂ. അപ്പം ഇത് എങ്ങനെയാണ് എൻ്റെ കോളേജിലേക്ക് ഈ ജപ്പാൻ ഇൻറ്റേൺഷിപ്പ് വരണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം, അതായത് ജപ്പാനിൽ ഉള്ള സ്ഥലം ഇസ് കോൾഡ് തൊത്തുരി. അപ്പോൾ തൊത്തുരി ഈസ് വൺ ഓഫ് ദി പ്രിഫെക്ചേഴ്സ് വേർ ആളുകളുടെ എണ്ണം കുറവാണ്. ആൻഡ് അതിൻ്റെ അടുത്തുള്ള വേറൊരു പ്രിഫെക്ചറിൻ്റെ പേരാണ് ഷിമാനെ. അപ്പോൾ ഷിമാനെ ഗവൺമെൻറ് ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട്, നമ്മുടെ നാട്ടിൽ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട്, ഈ കൊച്ചി ഭാഗത്തുള്ള 3 കോളേജസായിട്ട് ദേ ഹാവ് എ ടൈപ്പ് വെർ ദേ ടേക്ക് സ്റ്റുഡൻസ് ഫോർ ഇൻറ്റേൺഷിപ്പ് ടു കമ്പനീസ് ഇൻ ഷിമാനെ ആൻഡ് തൊത്തുരി. അപ്പം എനിക്ക് ആദ്യത്തെ ഇൻടേക്കിൽ എന്താ പറയുക കിട്ടിയായിരുന്നു. എൻ്റെ കൂടെ മേഘയ്ക്കും എനിക്ക് ഒരുമിച്ചാണ് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ആൻഡ് കൂടെ കുറേ വേറെ ഇൻറ്റേൺസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നമ്മളിങ്ങനെ 2019 കാലഘട്ടമാണ് ആ സമയം. അപ്പോൾ ജപ്പാനിൽ പോകണമെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് അവിടെ അധികം ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഐ നോ മോസ്റ്റ് ഓഫ് അസ് ആർ ഗോയിങ് ടു UK, അമേരിക്ക, കാനഡ, അങ്ങനെ കുറേ സ്ഥലത്താണ്. ബിക്കോസ് അവിടേക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. പക്ഷേ ജപ്പാൻ ആൻഡ് വേറെ കുറച്ച് രാജ്യങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിച്ചെടുക്കേണ്ടി വരും. ആൻഡ് ജാപ്പനീസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപിയും ടോട്ടലി ഡിഫറെൻറ്റാണ്. ഈ ഹിന്ദിയും മലയാളവും തമ്മിൽ സ്വരങ്ങൾ മാത്രമല്ലേ സെയിം ആയിട്ടുള്ളൂ, പക്ഷേ ഇവരുടെ ഈ എഴുതണതൊക്കെ വ്യത്യാസമാണല്ലോ. അതുപോലെ തന്നെ വേറെ തന്നെ ഒരു ലാംഗ്വേജാണ് ജാപ്പനീസ്. ആൻഡ് ജാപ്പനീസിൽ കുറേ അധികം അക്ഷരങ്ങളും പല രീതിക്കുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വ്ളോഗിൽ അത് പറയാം. ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിഷ് അങ്ങ് മാറിപ്പോകും. എന്തായാലും അങ്ങനെ ഞാൻ ഈ ജാപ്പനീസ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 months വീക്ക്ലി 2 days ഈ ഗവൺമെൻറ് തന്നെ നമുക്ക് ഇവിടെ കളമശ്ശേരിയിൽ അസ നിപ്പോൺ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. ആൻഡ് വീക്ക്ലി 2 എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് തേഴ്സ്ഡേസ് ആൻഡ് സൺഡേസ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ജാപ്പനീസ് എഴുതാനും വായിക്കാനും സംസാരിക്കാനൊക്കെ കുറച്ചൊക്കെ ബേസിക്കായിട്ട് പഠിക്കും. അങ്ങനെ നമുക്ക് പോവാൻ ചാൻസ് കിട്ടിയത് ഫെബ്രുവരി അവസാനമാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, ഇറ്റ് വാസ് ഓൺ February 29th. ആ ഒരു സമയത്തായിരുന്നു. എന്നിട്ട് മാർച്ച് കഴിഞ്ഞ് 2 weeks ഇൻറ്റേൺഷിപ്പ്. ആൻഡ് അപ്പോൾ 2020 കടന്നു കേട്ടോ നമ്മൾ. അപ്പോൾ 2019 ഞാൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് 2020 ആയപ്പോഴേക്കും നിങ്ങൾക്കറിയാം കൊറോണയായിരുന്നു. ആൻഡ് പോണേന് ജാക്കറ്റും ഡെക്കാത്ലോണിൽ പോയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് അവസാനം 2 ദിവസം മുന്നേ അവർ പറഞ്ഞു റിസ്ക് കാരണം അവരിത് ഒഴിവാക്കാണ്. ഞങ്ങളെല്ലാവരും, ഞാനും മേഘ എല്ലാവരും ഭയങ്കര വിഷമത്തിലായി. ബിക്കോസ്
നമ്മൾ ഫുൾ ആഘോഷമായിട്ട് ഇത് കിട്ടി ആൻഡ് ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും. കോളേജിലാണെങ്കിലും എല്ലാവരുടെ അടുത്തും പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു ആൻഡ് ഇതില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി. ആൻഡ് ആഫ്റ്റർ കുറച്ച് ദിവസം ലോക്ക്ഡൗണുമായി, നമ്മളെല്ലാവരും വീട്ടിലുമായി. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ഇയർ, ദിസ് വാസ് മൈ 3rd ഇയർ, അത് കഴിഞ്ഞ് 4th ഇയറിൽ സെയിം ഓപ്പർച്യൂണിറ്റി എനിക്ക് വീണ്ടും വന്നു. ആൻഡ് വീണ്ടും ലാംഗ്വേജ് ഒരു പ്രാവശ്യം കൂടി പഠിച്ചു. ആൻഡ് ദെൻ വീണ്ടും ഈ കൊറോണ കാരണം 2021 പോകാൻ പറ്റിയില്ല. ആസ് ഐ മെൻഷൻഡ്, ഈ 2 weeks ഇൻറ്റേൺഷിപ്പിന് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ എന്താ പറയുക, ഫൈനൽ ഇയറും കഴിഞ്ഞു, നമുക്കിനിയിപ്പോൾ ഒരു പ്രതീക്ഷയില്ല, ബിക്കോസ് ഇൻറ്റേൺഷിപ്പ് നമുക്കിനി കിട്ടില്ല. അപ്പോൾ ഇൻറ്റേൺഷിപ്പിന് പോയ ആൾക്കാർക്കാണ് ഇതുവരെ ജോലി കിട്ടിയിട്ടുള്ള ചരിത്രമുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ഫുൾ ഹോപ്പൊക്കെ പോയിരിക്കുന്ന സമയത്താണ് നമ്മുടെ കമ്പനി ഇപ്പോൾ എൻ്റെ മേഘയുടെയും പ്രസൻറ്റ് കമ്പനി മുന്നിലോട്ട് വന്ന് ദേ വർ റെഡി ടു ഗിവ് അസ് ഓൾ എൻ ഇൻ്റർവ്യൂ. എത്ര പേര് അപ്പോൾ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആൻഡ് ഫൈനലി ഒരു 3 to 4 റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു എക്സാം അങ്ങാണ്ട് ഉണ്ടായിരുന്നു, പിന്നെ പ്രസിഡൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പാസ്സായിട്ട് ഫൈനലി എനിക്കും മേഘയ്ക്കും കിട്ടിയത്. വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് കിട്ടി, അത് പ്രോസസ്സ് ആവാൻ കുറേ കാലം എടുത്തു. ആൻഡ് 2021 ഡിസംബർ ആയപ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാം, വെനെവർ ഇറ്റ്സ് പോസിബിൾ ടു എൻറ്റർ ടു ജപ്പാൻ. അപ്പോഴും ജപ്പാൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. 2022 ഒരു മെയ് ഒക്കെ ആയപ്പോഴായിരുന്നു ജപ്പാൻ ഓപ്പൺ ആയത്. ആൻഡ് ദാറ്റ്സ് വെൻ വി വെൻ ടു ജപ്പാൻ, അല്ലെങ്കിൽ ജപ്പാനിലേക്ക് പോയത്. ഓൾമോസ്റ്റ് ഒരു 5 or 4 months നമ്മൾ ഇവിടെ നിന്ന് വർക്ക് ഫ്രം ഹോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫുൾ ഓൺ നമ്മൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകണം. ഫ്രം 8 to 5 or 9 to 6, അത് ഇത്തിരി ഫ്ലെക്സിബിൾ ആണ്, ബട്ട് ഓൾ ദ ടൈം ഓഫീസിലുണ്ടാവണം. അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു കുട്ടി ഓഫീസാണ്, വലിയൊരു കോർപ്പറേറ്റ് ഓഫീസൊന്നുമല്ല. ഇറ്റ് ഈസ് ലൈക്ക് ഒൺലി 30 employees ഉള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ കമ്പനിയാണ് നമ്മുടെ. ഞാനിപ്പോൾ നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് ഫോർ 2 months ബിസിനസ് ട്രിപ്പായിട്ട് വന്നതാണ്. ഐ മീൻ 2 months മൊത്തം ബിസിനസ് ട്രിപ്പൊന്നുമല്ല, ആദ്യത്തെ ഒരു 3 weeks ബിസിനസ് ട്രിപ്പ് ഉണ്ടായി. പിന്നെ ഞങ്ങൾ വർക്ക് ഫ്രം ഹോമൊക്കെ ചോദിച്ച് നമ്മളിവിടെ വന്നേക്കാണ്. ആൻഡ് വിത്തിൻ 1 week ഐ ഗോ ബാക്ക് ടു ജപ്പാൻ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജേർണി, ഹൗ ഐ റീച്ച്ഡ് ജപ്പാൻ എന്നുള്ളത്. പിന്നെ കുറേ പേര് ചോദിച്ചു ലാംഗ്വേജ് പഠിക്കണോ, ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ജപ്പാനിൽ നമ്മളിപ്പോൾ വിചാരിക്കും സംസാരിക്കാൻ മാത്രം പോരെ, അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോകാൻ മാത്രം പോരെയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി നമ്മൾ വർക്ക് ചെയ്യണത് വരെ, നമ്മൾ ചെന്നപ്പോൾ ഇനീഷ്യലി നമ്മുടെ സിസ്റ്റം വരെ ഫുൾ ജാപ്പനീസിലായിരുന്നു. ഇതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പോലും നമുക്ക് അറിയണുണ്ടായിരുന്നില്ല. ആൻഡ് ദെൻ ഫൈനലി ഇപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിലേക്ക് ആക്കി, ബട്ട് സ്റ്റിൽ ഫുൾ കോൺവെർസേഷൻ, നമ്മൾ അറ്റൻഡ് ചെയ്യണ മീറ്റിംഗ്സ് എല്ലാം ജാപ്പനീസിലാണ്. അതുകൊണ്ട് നമുക്ക് ജാപ്പനീസ് സംസാരിക്കാണ്ട് പറ്റില്ല, ആൻഡ് ജാപ്പനീസ് പഠിക്കാണ്ടും പറ്റില്ല. അപ്പോൾ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആർ കൾച്ചർ ഇൻ ജപ്പാൻ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ്. നമ്മുടെ കമ്പനിയിൽ കയറുമ്പോൾ എല്ലാവർക്കും അവർ ഇനീഷ്യലായിട്ട് കൊടുക്കുന്ന പൊസിഷൻ ഇസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. കൂടുതലും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെയാണ് അവർ എടുക്കുന്നത്. ആൻഡ് ലാംഗ്വേജ് ഇസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കമ്പനി അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് JLPT എക്സാം, JLPT ഈസ് ജാപ്പനീസ് എക്സാം സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കേഷൻ അവർ പ്രയറായിട്ട് ചോദിക്കുന്നില്ല. ബട്ട് ഇറ്റ്സ് ഇൻ എ ബിലീഫ് ദാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളത് പഠിക്കും, ലാംഗ്വേജ് ഗ്രാസ്പ് അപ്പ് ചെയ്യും, ആൻഡ് പയ്യെ നിങ്ങളെ തന്നെ എന്താ പറയുക ഇംപ്രൂവ് ആക്കി കൊണ്ടുവരും എന്നുള്ളൊരു ബിലീഫിൽ അവർ തൽക്കാലം പ്രയറായിട്ട് ചോദിക്കുന്നില്ല. ബട്ട് ഫോർ അതർ കമ്പനീസ് ഞാൻ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത് മിനിമം N3 അല്ലെങ്കിൽ N2 JLPT സർട്ടിഫിക്കേഷൻ വേണം എന്നുള്ളതാണ്. ബിക്കോസ് ജാപ്പനീസ് ലാംഗ്വേജ് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ N5ഉം N4ഉം ക്ലിയർ ചെയ്തു, മേഘ N3യും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ N3 ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എനിവേസ്, ബിക്കോസ് കാഞ്ചി എന്ന് പറഞ്ഞ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനുള്ള ആൽഫബറ്റ്സ് ഒക്കെ കുറേ ഉണ്ട് ജാപ്പനീസിൽ. അത് N3ക്ക് ഓൾമോസ്റ്റ് 700 കാഞ്ചീസ് പഠിക്കണം. അത്രയും പഠിക്കാനുള്ള ശുഷ്കാന്തി എനിക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ N3 ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഐ ഡോണ്ട് നോ വെൻ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ കൂടുതലും എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഹൗ കെൻ ഐ ഗെറ്റ് എ ജോബ് ഇൻ ജപ്പാൻ എന്നുള്ളതാണ്. അപ്പം ഫോർ മീ എനിക്ക് ഇറ്റ് വാസ് ത്രൂ കോളേജ് മോസ്റ്റ്ലി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഇത് ഗവൺമെൻറ് വഴി ചെയ്യുന്നതായതുകൊണ്ട് ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ ഫോർ മീ. പ്രൊസീജിയേഴ്സ് അല്ലാണ്ട് നല്ല പാടായിരുന്നു, ബട്ട് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടാ, വിസ, അത് ഇതൊക്കെ കുറേയൊക്കെ കമ്പനി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. If you are interested in Japan or coming to Japan or working in Japan,
And if you're a student, what I would say is start learning the language. That's the first step, because language എപ്പോഴും അതൊരു എന്താ പറയുക സ്ട്രോങ് പോയിന്റ് ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഡോണ്ട് നോ, ലൈക്ക് വളരെ കുറവ് കമ്പനീസാണ് ലാംഗ്വേജ് വേണ്ട അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഒള്ളി എന്ന് പറയുന്ന കമ്പനീസ് ജപ്പാനിലുള്ളത്. ബട്ട് ടു എ പോയിന്റ് യു വിൽ ഹാവ് ടു നോ ജാപ്പനീസ്. സോറി. അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി സ്റ്റാർട്ട് ലേണിംഗ് ദ ലാംഗ്വേജ്. ഇറ്റ്സ് ഞാൻ ഭയങ്കര അത് എളുപ്പമാണെന്നൊന്നും പറയുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ ജപ്പാനിലേക്ക് ഇപ്പോൾ കുറേ ഇന്ത്യൻസ് വന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കുറേ പേര് വരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളെക്കാളും കുറച്ചും കൂടി കുറവ് എന്തുകൊണ്ടാണ് ജപ്പാനിലേക്ക് പോകുന്ന ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും റീസൺ. അപ്പോൾ ഐ തിങ്ക് യു ഗൈസ് ക്യാൻ സ്റ്റാൻഡ് ഔട്ട് ഇഫ് യു സ്റ്റാർട്ട് ലേണിംഗ് ദ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബി എ പ്ലസ് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ N5 ഇസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. അത് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. അപ്പോൾ N5 ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ സ്റ്റുഡൻസ്, ഇഫ് യു ആർ ഇൻ ഫസ്റ്റ് ഇയർ ഓർ സെക്കൻഡ് ഇയർ ഓഫ് യുവർ കോളേജ്, I think it would be best option to start learning Japanese now if you have interest. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഒരു ജിസ്റ്റ് ഓഫ് ഹൗ ഐ ഗോട്ട് മൈ ജോബ്. അപ്പോൾ ഐ ഡോണ്ട് നോ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അബൌട്ട് വർക്ക് എൻവയൺമെൻറ്റ്, ജാപ്പനീസ് കൾച്ചർ, ഹൗ ഇറ്റ് ഈസ് ആക്ച്വലി ദെയർ ഇൻ ജപ്പാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫീൽ ഫ്രീ ടു കമൻറ്റ് ഓർ DM me wherever it's comfortable for you guys. And yeah, I think that's it. എന്തായാലും എല്ലാവരും കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ഷുവർ എന്തായാലും ചെയ്യണം. ആൻഡ് യാ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.